മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ ചിറ്റിലങ്ങാട് വൻ മണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ചിറ്റിലങ്ങാട് കുന്നിലാണ് മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു. കെട്ടിട നിർമ്മാണത്തിനെന്ന വ്യാജേന പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കരസ്ഥമാക്കി ജിയോളജി വകുപ്പിന്റെ അനുമതി നേടിയാണ് മണ്ണ് ഖനനം നടത്തുന്നതെന്നും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാവുന്ന മണ്ണ് കച്ചവടമാണ് ലക്ഷ്യമെന്നും നാട്ടുകാർ പറയുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ള പ്രദേശമാണ് ചിറ്റിലങ്ങാട്. എല്ലാ മഴക്കാലത്തും പ്രദേശവാസികൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടാറുണ്ട്. മഴവെള്ളത്തോടൊപ്പം മണ്ണ് കുത്തിയൊലിച്ച് കുന്നിൻ ചെരുവിലെ വീടുകളിലേക്ക് ഒഴുകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചത്. 15 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് നീക്കം ചെയ്യുവാനാണ് അനുമതിയുള്ളത്. എന്നാൽ 35 സെന്റിലധികം വരുന്ന സ്ഥലത്ത് വൻ ഖനനം നടത്തി മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും ഭൂ ഉടമയ്ക്ക് പകരം മണ്ണ് മാഫിയ സംഘമാണ് ഖനനം നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് പണ്ട് മുതൽക്കേ വലിയ രീതിയിൽ മണ്ണ് ഖനനം നടന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നത്. അപ്പോൾ ഒട്ടനവധിയായിട്ടുള്ള വീടുകൾ ഇപ്പോൾ മഴയുടെ പ്രശ്നം കൊണ്ട് തന്നെ വെള്ളം വന്നിട്ട് വരുവെള്ളവും മണ്ണൊക്കെ കൂടി വന്ന് ഒലിച്ചു ചേർന്നിട്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും ജനുവരി ആദ്യവാരം തന്നെ നമുക്കിവിടെ വെള്ളം പറ്റും. കാരണം അനധികൃതമായിട്ട് ഈ ചുറ്റുവട്ടത്തെ എല്ലാ ഒരുവിധ സ്ഥലത്തൊക്കെ മണ്ണ് എടുത്തിട്ട് കുറച്ച് 10-15 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 2300 സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 15 സെന്റ് സ്ഥലം ഏകദേശം ഇതാ കാണുന്ന ഭാഗത്ത് നിന്ന് മണ്ണെടുക്കാൻ പോവാണ്. മണ്ണെടുത്ത് വരുമ്പോൾ 35 സെന്റ് സ്ഥലം ഇവിടെ മൊത്തം ഉണ്ട്. ഈ 15 സെന്റ് സ്ഥലത്ത് മണ്ണെടുക്കുമ്പോൾ അവർക്ക് കോടതി അനുവദിക്കുന്നത് ആകെ പറയുന്നത് എന്താ വെച്ചാൽ ഈ 2 ലക്ഷം രൂപയോളാണ് ഇവർ പെർമിറ്റ് ഫീസായിട്ട് അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഈ വീട് വെച്ചില്ലെങ്കിൽ കൂടി, ഒരു വർഷത്തിനകം വീട് വെച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ഇതിന് 5 മടങ്ങ് തിരിച്ചടച്ചാൽ ഇതിന്റെ കേസ് അവസാനിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് അതിൽ ഏകദേശം 60-70 ലക്ഷം രൂപ മണ്ണുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതിൽ നിന്ന് 10 ലക്ഷം പോയാലും അവർക്ക് മണ്ണിന്റെ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പെർമിറ്റിൽ പറയുന്ന കാലാവധിക്കുള്ളിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് കെട്ടിടം പണിയണം. അല്ലെങ്കിൽ റോയൽറ്റിയായി കെട്ടിവെച്ച തുകയുടെ 5 മടങ്ങ് ഫൈനായി സർക്കാരിലേക്ക് അടയ്ക്കണം എന്നാണ് നിയമം. എന്നാൽ ഫൈൻ വരുന്ന തുകയുടെ 10 മടങ്ങ് മണ്ണ് കച്ചവടത്തിലൂടെ മാഫിയ സംഘങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ടെന്നും കൃത്യമായ പരിശോധന നടത്താൻ റവന്യൂ ജിയോളജി വകുപ്പുകൾ തയ്യാറാകാത്തതാണ് മണ്ണ് കൊള്ളയ്ക്ക് പ്രോത്സാഹനമാകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.